നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ കേരള ട്രക്കർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ കഴിഞ്ഞ ലോഡ് അവിടെ ഈ റോഡ് ഇറക്കിയ ശേഷം നമുക്ക് അടുത്തൊരു ലോഡായിട്ടുണ്ട്. ഇവിടെ പെരുന്തുറയിൽ നിന്ന് ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയും. പെരുന്തുറ ഇൻഡസ്ട്രിയൽ ഏരിയ, സിപ്കോട്ട് എന്നൊക്കെ പറയും. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ലോഡ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ കമ്പനി ലോഡ് കയറ്റാനുള്ളത്. അപ്പം നമ്മൾ ഈ കയറിയ വഴിയാട്ടോ അങ്ങോട്ടുള്ള വഴി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇതുപോലെ ഒരുപാട് കമ്പനികളും ഈ കോഴിത്തീറ്റ, കാലിത്തീറ്റ, അതുപോലെ ഈ കട്ടകൾ, അതുപോലെ ബാറ്ററി, അലുമിനിയം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഒരുപാട് കമ്പനികളാട്ടോ. PVC പൈപ്പ്, അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 10 കിലോമീറ്റർ ഉണ്ടാവും ചുറ്റളവ് മൊത്തം. ഈ 10 കിലോമീറ്ററിൽ സ്ഥലം എന്ന് പറയുമ്പോൾ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങളാണ്. ഇത് മൊത്തം ഓരോ കമ്പനികളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലോഡ് കയറ്റാറുള്ളത്. നമ്മളെ ലോഡ് എന്ന് പറയുമ്പോൾ റെനോക്കോൻ്റെ AAC ബ്ലോക്സ് എന്ന് പറയും. അതായത് ഈ വീടൊക്കെ ഉണ്ടാക്കാനും മതിലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു തരം കട്ടയാണ്. വെയ്റ്റ്ലെസ് കട്ട എന്നൊക്കെ പറയും. അധികം വെയിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒറ്റ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പൊക്ക, വലിയ വെയിറ്റ് ഇല്ലാത്തൊരു തരം കട്ട കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ലോഡ്. അവിടെ കണ്ടില്ലേ, ഇന്ത്യൻ ഓയിലിന്റെ ഗ്യാസിന്റെ ഒരു ഇതാട്ടോ പ്ലാന്റ് ആണ് ഇവിടെ. ഇവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകാനുള്ളത്. കാണുന്ന റൈറ്റ് കയറി പോയാൽ പിന്നെ കുറച്ചുകൂടി പോയാൽ മതി നമ്മുടെ കമ്പനി. അവിടെ കണ്ടില്ലേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, റിനോക്കോൺ AAC ബ്ലോക്സ്. നമ്മളങ്ങനെ കമ്പനിയിലെത്തിയിട്ടുണ്ടേ. ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന കണ്ടോ, അതാണ് നമുക്ക് ലോഡ് കയറ്റാനുള്ള കമ്പനി. ഇതൊക്കെ ഈ കമ്പനി വണ്ടി കേട്ടോ. ഈ കാണുന്ന HR ഇതിൽ കയറ്റിയിട്ടുള്ള ഈ സാധനമാണ് നമുക്കിന്ന് കയറ്റാനുള്ളത്, പട്ട. ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നമാണ് ഈ പൊടി. ഭയങ്കര പൊടിയായിരിക്കും, ഒരു രക്ഷയില്ലാത്ത പൊടിയായിരിക്കും. പ്രത്യേകിച്ച് ഈ സാധനം ഈ സിമെൻറ്റും ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടേ ഈ ഏരിയ മൊത്തം ഭയങ്കര പൊടി കേട്ടോ. ഇപ്പം കണ്ടതാണ് എൻട്രി കേട്ടോ കമ്പനിയിലെ. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ആ ഗേറ്റിൽ പോയിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം.
ഫ്രണ്ട് അങ്ങോട്ടാക്കിയിടാം, കാരണം ഭയങ്കര വെയിലാട്ടോ. അതും ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഈ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് പൊടിയും വെയിലും, നല്ല കോമ്പിനേഷനാണ്. നമുക്ക് അവിടെ പോയിട്ട് എൻ്റർ ചെയ്തിട്ട് വരണം. അപ്പോൾ പോയി നോക്കാം. കമ്പനിക്കൊരു പ്രശ്നമുണ്ട്. ഡ്രൈവർമാർ പോകുമ്പോഴേ ഈ മുണ്ടെടുത്ത് പോകാൻ പാടില്ല, ഇതുപോലെ ട്രൗസർ ഇട്ട് പോകണം. രാവിലെ തന്നെ ലോഡ് കയറ്റി കഴിഞ്ഞ് നിൽക്കുന്ന വണ്ടിയാണല്ലോ കേട്ടോ. ഇതൊക്കെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വണ്ടികളാണ്. അങ്ങനെ നമ്മളവിടെ എൻട്രി ആക്കിയിട്ടുണ്ട് കേട്ടോ. എൻട്രി ആക്കിയത് ഒരു വണ്ടി എടുത്ത് വരാനാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഇപ്പം തന്നെ വണ്ടി കയറ്റാൻ പറ്റി, അല്ലെങ്കിൽ കുറച്ച് ടൈം ഒരു 3 മണിയൊക്കെ വരെ ഇവിടെ നിൽക്കാറുണ്ട് പൊതുവേ. ഇതാണ് കേട്ടോ കമ്പനി. ഇതൊക്കെ ഒരു കട്ട ഉണ്ടാക്കുന്ന ഏരിയ ആവുന്നുണ്ട്. ഈ സൈഡാണ് മൊത്തം ലോഡ് ചെയ്യണ സ്ഥലം, ഈ കാണുന്ന ഏരിയ. ഇവിടെ തന്നെ വെയിറ്റ് തൂക്കണം. ഇവിടെ കമ്പനിയിൽ തന്നെ വെയ്ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ സെറ്റാട്ടോ. ആ കാണുന്ന ഏരിയ നിന്നാണ് നമുക്ക് ലോഡ് ചെയ്യാനുള്ളത്. അവിടെ ഫുള്ളായിട്ട് ലോഡ് ചെയ്യാനുള്ള ഏരിയ കേട്ടോ. 5-6 വണ്ടിയൊക്കെ ഒപ്പം ലോഡിങ്ങാ. 5-6 വണ്ടിയൊക്കെ ഒപ്പം ലോഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറ്റി ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഈ കട്ട കണ്ടില്ല, അതാണ് നമ്മുടെ ഇന്നത്തെ ലോഡ്. ഈ ഏരിയ മൊത്തം ഈ സാധനം കേട്ടോ. അപ്പുറത്തെ കാണുന്ന പ്ലാന്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇത് ഇവിടുന്ന് ലോഡ് ചെയ്ത് പല നാട്ടിലേക്കും ഇങ്ങനെ പോകും. നമ്മൾക്ക് ഇന്ന് പോകാനുള്ളത് മണ്ണാർക്കാടാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നമ്മളെന്നത്തെ ലോഡ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്ത് ഇതുപോലെ വേറെ വണ്ടികളിലും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ലോഡൊക്കെ കയറ്റി കയ്യിൽ കെട്ടിക്കൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പനീൻ്റെ പുറത്താട്ടോ. ഇവിടെ നിന്ന് വണ്ടി ഒതുക്കിയതാ. ഇന്നത്തെ ലോഡ് പെട്ടെന്ന് നേരത്തെ കയറ്റി കഴിഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ഈ കഴിഞ്ഞ വീഡിയോയിലുള്ള ലോഡ് നമ്മുടെ കയറ്റാനും സമയമായി, ഇറക്കാനും സമയമായി. ഇതെന്തായാലും നേരത്തെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 9 മണിയാകുമ്പോൾ എടുത്ത് പോകാമെന്ന് കരുതിയിട്ട് വണ്ടി ഇവിടെ സൈഡാക്കി നിർത്തിയതാട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയൽ ഏരിയേൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കടന്നുറങ്ങിയിട്ട് ഇനി നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ വണ്ടി എടുത്ത് പോയാൽ മതി. സമയം
ഒരുപാടുള്ളതുകൊണ്ടേ. പിന്നെ ഇവിടുന്ന് 200 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ മണ്ണാർക്കാട്. അവിടെ നമുക്ക് ഒരുപാട് സമയമുണ്ട്. രാത്രി ഒരു 9 മണിയാകുമ്പോൾ എടുത്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് രാത്രി കാണാം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റം കേട്ടോ ചിക്കൻ റൈസ്. ഈ സാധനത്തിന് ഇവിടെ നല്ല ഡിമാൻഡ് കേട്ടോ. ഞാൻ തമിഴ്നാട് വരുമ്പോൾ കൂടുതലും ഇതാ കഴിക്കുക. അങ്ങനെ എല്ലാ ഹോട്ടലിലും ഇത്ര വൃത്തിയും ഇതൊന്നും ഉണ്ടാവില്ലെങ്കിലും നമ്മൾ മാക്സിമം നല്ല ഹോട്ടലിലൊക്കെ നോക്കി കയറും. അവിടെ പിന്നെ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ളൊരു ഹോട്ടലാട്ടോ. ചെറിയൊരു തട്ടുകട സെറ്റപ്പാണ്. നമ്മൾ ഈ വഴി പോകുമ്പോൾ ഇവിടെ നിന്ന് കഴിക്കാറ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി പോകാനുള്ള പരിപാടി കേട്ടോ. സമയമായി 9 മണിയായി. ഇനി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ എത്താൻ വൈകും. അപ്പോൾ ലോഡ് എടുക്കാൻ വൈകും. അപ്പോൾ നമുക്ക് മെല്ലെ പോയേക്കാം. അപ്പുറത്തൊരു പമ്പുണ്ട്. അവിടെ നിന്നൊരു ഡീസൽ അടിക്കണം. എന്നിട്ട് പിന്നെ നേരെ വിടാം. നമ്മൾ 3000 അടിച്ചേ. ബാക്കി അങ്ങോട്ട് എത്താനുള്ള എണ്ണ വണ്ടിയിലുണ്ട്. അങ്ങനെ നമ്മൾ ഡീസൽ അടിച്ച് വണ്ടി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു പമ്പായതുകൊണ്ടേ ഇങ്ങനെ ക്രോസ് ആയിട്ട് നിർത്താൻ, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങോട്ട് കയറ്റി നിർത്താനേ പറ്റുള്ളൂ. അല്ലാതെ ഗ്യാപ്പില്ല. കാരണം നമ്മുടെ ഡീസൽ ടാങ്ക് റൈറ്റ് സൈഡിലായോണ്ടേ നമ്മൾ പോണ റൂട്ട് എന്ന് പറയുമ്പോൾ കാങ്കയം, പല്ലടം, അവിടുന്ന് പിന്നെ നമ്മുടെ ചെട്ടിപ്പാളയം പോയി വേലന്താവളം വഴിയാട്ടോ നമ്മൾ കേരളത്തിൽ കയറണേ. നമ്മൾ കഴിഞ്ഞ ലോഡ് ഇങ്ങോട്ട് തമിഴ്നാട് വന്നത്, ഈ റോഡ് വന്നത് നമ്മൾ വാളയാർ വഴിയായിരുന്നു. അത് ഫുൾ ഹൈവേ വഴിയായിരുന്നു. നമ്മൾ റിട്ടേൺ പോകുന്നത് വേറെ വഴിയാണേ. നമുക്ക് ആ വഴിയും പോവാം, ഈ വഴിയും പോവാം. ആ വഴി പോകുമ്പോൾ എന്താ വെച്ചാൽ ടോള് ഉള്ളതുകൊണ്ട് നമ്മുടെ ചിലവിൽ ടോൾ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താവില്ല, ബാലൻസ് ചിലപ്പോൾ വന്നു എന്ന് വരില്ല. അതായത് നമുക്ക് വണ്ടിക്ക് മെച്ചം ചിലപ്പോൾ കമ്മിയായിരിക്കാം. അതുകൊണ്ടാണ് ഈ റൂട്ട് പിടിച്ചത്. ഈ റൂട്ടാകുമ്പോൾ നമുക്ക് ടോളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ചെറിയൊരു കിലോമീറ്റർ കൂടുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് വലിയ നഷ്ടം വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ നമ്മൾ പല്ലടം എത്തിട്ടോ. പല്ലടം ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ ചെട്ടിപ്പാളയം പോകേണ്ട റോഡിന് തിരിയും. ചെട്ടിപ്പാളയത്തു നിന്ന് പിന്നെ നേരെ വേലന്താവളം ഒരു 30, 26, 27 കിലോമീറ്റർ ഉണ്ടാവും. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറായ വേലന്താവളം. അവിടുന്ന് പിന്നെ നമുക്ക് 55 കിലോമീറ്ററേ നമ്മളുടെ ലോഡ് ഇറക്കേണ്ട ലൊക്കേഷനിലേക്കുള്ളൂ. അതായത് ഇന്നത്തെ ലോഡ് 2 സ്ഥലത്ത് ഇറക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ ലോഡ് 2 ഡെലിവറിയാണേ.
നമ്മളങ്ങനെ വിജനമായ റോട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. ഈ റോട്ടില് പൊതുവേ വണ്ടി കമ്മിയായിരിക്കും. ലോറിക്കാരാണെങ്കിലും അങ്ങനെ അധികം എന്ന് പറയാനുള്ള ഒന്നുമില്ല. കാരണം എല്ലാവരും മെയിനായിട്ടും മറ്റേ ഹൈവേ കൂടിയേ പോവാം. മറ്റേ കേരള റൂട്ടൊക്കെ പോകുമ്പോൾ ഈ വഴി പിന്നെ അധികം വണ്ടികളൊന്നും അങ്ങനെ പോവാറില്ല. രാത്രിത്തെ കാര്യം കേട്ടോ പറഞ്ഞേ. രാവിലെയൊക്കെ ഇവിടെ ഭയങ്കര തിരക്കും. ചെറുപുറ ചന്നം ഭിന്നം വണ്ടികൾ പോണ റോഡാട്ടോ. ലെഫ്റ്റ് സൈഡിൽ കൂടി, റൈറ്റ് സൈഡിൽ കൂടി, താഴത്ത് കൂടി, മേലെ കൂടിയൊക്കെ കണ്ണും മൂക്കില്ലാത്ത പോക്ക് പോവാം. അങ്ങനെ നമ്മൾ ഏകദേശം വേലന്താവളം എത്താനായി കേട്ടോ. ഇനി ഒരു 10 കിലോമീറ്റർ ഉള്ളൂ വേലന്താവളം. ഈ റോട്ടിൽ കൂടുതലായിട്ട് ഈ സാധനം കേട്ടോ, ഈ സ്പീഡ് ബ്രേക്കർ ആട്ടോ. ഇത് എത്ര ഉണ്ട് എന്ന് എണ്ണി നോക്കിയാൽ നമുക്കൊരു കണക്ക് കിട്ടില്ല. അത്രത്തോളം ഈ സാധനമാണ്. വണ്ടി നമ്മളൊരു 3rd ഗിയറിലാണ്ട് പോകുമ്പോഴേക്കും അടുത്ത് വരും. അങ്ങനെയാണ് ഈ സാധനം ഈ റോഡിൽ. കുറച്ച് കൂടുതലാണ് തോന്നുന്നത്. അങ്ങനെ നമ്മളിവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. കേരള തമിഴ്നാട് ബോർഡറാണേ. ഈ ചെക്ക് പോസ്റ്റ് കൂടെ കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. സമയം 6:36 നമ്മള് കഞ്ചിക്കോടെത്തി. ആലാമരം എന്നൊക്കെ പറയും ഈ സ്ഥലം. തിരിച്ച് നമ്മൾ ഹൈവേയിൽ വന്ന് കയറിട്ടോ. അതായത് നമ്മളവിടെ നിന്ന് വരുമ്പോൾ ആ റോഡ് അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ ഹൈവേ കിട്ടണത് നമ്മുടെ ഈ 4 ലൈൻ ഹൈവേ കിട്ടേണ്ടത് പിന്നെ ഇവിടെ നിന്ന് കേട്ടോ. കഞ്ചിക്കോടിൻ്റെ കുറച്ച് മുന്നേ ആലാമരം എന്നൊക്കെ പറയും സ്ഥലം. അങ്ങനെ പാലക്കാട് ചന്ദ്രനഗർ എത്തി കേട്ടോ. ചന്ദ്രനഗർ ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോകണം. ഈ ഹൈവേ ഇവിടുന്ന് നേരെ പോയാൽ തൃശ്ശൂർ എറണാകുളമാണേ. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. ഒലവക്കോടാണ് കേട്ടോ. ഒലവക്കോട് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട്. ഇതാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ.
നമ്മുടെ ലോഡ് ആദ്യം ഇറക്കാനുള്ളടത്ത് ഇറക്കിക്കൊണ്ട് കേട്ടോ. ഇതിൻ്റെ പകുതിയോളം ഇവിടെ കേട്ടോ ഇറക്കാനുള്ളത്. ഈ കാണുന്നത് ഇതിൻ്റെ പകുതിയോളം ഇവിടെ ഇറക്കണം. അങ്ങനെ നമ്മുടെ ആദ്യം ഇറക്കാനുള്ളടത്ത് ഇറക്കി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിൽ പോയി നോക്കാം. നമുക്ക് പോവാം. അടുത്ത നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം. ഇവിടെ നിന്നൊരു 26 കിലോമീറ്റർ കൂടി പോകണം ഇനി അടുത്ത ലൊക്കേഷൻ. ഇതാണ് മണ്ണാർക്കാട് ചുരം. മണ്ണാർക്കാട് ചുരം ഇവിടുത്തെ കറക്റ്റ് സ്ഥലപ്പേര് അറിയില്ല, പക്ഷെ നമുക്ക് അങ്ങനെയാണ് അറിയാം. കാരണം ഇത് മണ്ണാർക്കാട് അടുത്തായോണ്ടേ. അങ്ങനെ മണ്ണാർക്കാട് ടൗൺ ആട്ടോ. അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് ടൗൺ കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ നമുക്ക് ഇറക്കാനുള്ള സ്ഥലം. 4 5. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്ഥലത്ത് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലോഡിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ കഴിയട്ടോ. അപ്പോൾ പോയിട്ട് ഇനി അടുത്തൊരു ലോഡ് സെറ്റാക്കണം. അപ്പോൾ പോയിട്ട് അടുത്തൊരു ലോഡുമായിട്ട് വരാം. ബൈ.